ഒരു ഗൾഫ് യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു അനുഭവം കേൾക്കാം അല്ലേ? എന്താ കഥ? ഈ അനുഭവം അയച്ച ചേച്ചി പേര് പറയണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഭർത്താവിന് കുവൈറ്റിലാണ് ജോലി ചെയ്യുന്നത്. വർഷത്തിൽ ഒരു മാസമേ ലീവ് ഉള്ളൂ കേട്ടോ. ലീവ് എന്നാലും 5ഉം 10ഉം ദിവസമൊക്കെ എല്ലാ വർഷവും കൂടുതൽ കിട്ടുമായിരുന്നു. ഈ വർഷം ലീവ് കിട്ടിയപ്പോൾ പറഞ്ഞു ഫെബ്രുവരി 6-ാം തീയതി കയറി 7-ാം തീയതി നാട്ടിൽ വരും. തിരിച്ച് മാർച്ച് 6-ാം തീയതി കയറിയിട്ട് 7-ാം തീയതി അവിടെ ചെല്ലണമെന്ന്. ഇത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. ഞാൻ വെറുതെ ഭഗവാനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു, ഈ പ്രാവശ്യം 2 മാസം ലീവ് കിട്ടണേ, ഒപ്പം നാട്ടിൽ വന്ന് പോകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ കയ്യിലെ എല്ലാ ആവശ്യങ്ങൾക്കുള്ള പൈസയും കാണണമേ എന്ന്. എനിക്ക് 2 മക്കളാണ്, ഒരു മോളും ഒരു മോനും. മോൻ ബിടെക് കഴിഞ്ഞു. അവന് പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു. അത് കാരണം ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അവന് വേണ്ടി ഞാൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കാൻ നാണയമൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഗുരുവായൂരപ്പന് സമർപ്പിക്കണമെന്ന് അങ്ങനെ ഒഴിഞ്ഞ് കുടുക്കയിലിട്ട് വെച്ചതായിരുന്നു. കൂടാതെ നാരായണ നാമവും എഴുതി രണ്ടും ഗുരുവായൂരപ്പന് സമർപ്പിക്കണം. അതിന് 2 മാസം കിട്ടിയില്ലെങ്കിൽ ഒരു രക്ഷയില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 സ്ത്രീകളുണ്ടല്ലോ, ആ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അത് തടസ്സം വരാതിരിക്കാൻ വേണ്ടിയാണ് 2 മാസം വേണമെന്ന് പറഞ്ഞത്. മോൾക്ക് 11 വയസ്സായിട്ടുണ്ടേ. മോന് കോഴ്സ് പൂർത്തിയാക്കി സപ്ലിമെൻ്റ് എഴുതി ഇപ്പോൾ പാസ്സായി. അദ്ദേഹം നാട്ടിൽ വന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിൽ പോയിട്ടോ ഇതെല്ലാം അവിടെ സമർപ്പിച്ചു. പോകുന്നത് വരെ പൈസയ്ക്ക് ഒരു ദാരിദ്ര്യം വന്നില്ല. 1 മാസം എന്നത് 2 മാസം കിട്ടി. ലീവ് ഫെബ്രുവരി 28 ആണ് ആ യുദ്ധം തുടങ്ങിയത്. കുവൈറ്റിലേക്ക് ഫ്ലൈറ്റ് ഇല്ല. അങ്ങനെ ഏപ്രിൽ 6 വരെ. വീട്ടിൽ നിന്നും മാർച്ച് പകുതി ആയപ്പോഴേക്കും ഞങ്ങൾക്ക് പേടിയായിട്ടോ, കൂടുതൽ നിന്നിട്ട് ചെല്ലുമ്പോൾ ജോലി പോകുമെന്ന്. അങ്ങനെ ഞങ്ങൾ ബ്രഹ്മമുഹൂർത്തത്തിൽ വിളക്ക് വെച്ച് നാരായണനാമം എഴുതി വീണ്ടും പ്രാർത്ഥന തുടങ്ങിയിട്ടോ. പെട്ടെന്ന് തന്നെ സൗദി വരെയുള്ള ഫ്ലൈറ്റ് കിട്ടി. അവിടെ നിന്ന് 7 മണിക്കൂർ കുവൈറ്റിലോട്ട് ബസ്സിന് ഒരു കുഴപ്പവും ഇല്ലാതെ കുവൈറ്റിലെത്തി. ജോലിക്ക് കയറി തുടങ്ങി. ടിക്കറ്റിന് ഇച്ചിരി കാശ് കൂടുതലായി. അതിനാൽ അവിടെ വെച്ച് കുറച്ച് കടം വന്നു കേട്ടോ. ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പൻ കുഞ്ഞുണ്ണി സാധിച്ചു തന്നു. ഇത് ഇത്തിരി കൂടിപ്പോയി, സാറ് വായിച്ചിട്ട് ചുരുക്കി പറഞ്ഞാൽ മതി കേട്ടോ. ജോലിക്ക് കയറി കഴിഞ്ഞാൽ ഇത് ഗ്രൂപ്പിലിട്ടേക്കാമെന്ന് ഞാൻ മനസ്സിൽ പ്രാർത്ഥിച്ചതായിരുന്നു. ഹരേ ഗുരുവായൂരപ്പ ശരണം. ഒറ്റ തീർപ്പിന് വായിച്ചാണ്. അനുഭവത്തിൻ്റെ തീവ്രത അങ്ങനെയൊക്കെയാണല്ലേ. ഓരോരുത്തരുടെ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ കുറേ ആളുകൾക്ക് ഓരോ അനുഭവങ്ങളുണ്ട്. അപ്രതീക്ഷിതമായിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടി, ഒരു ആളുടെ സീറ്റ് മാത്രം ഒഴിവന്ന് ടിക്കറ്റ് കിട്ടിയ കഥയൊക്കെ ഞാൻ വായിച്ചു തന്നില്ലേ. എന്താ പറയേണ്ടത്, ഒന്നും പറയാനില്ല. ഈ ഞായറാഴ്ച ദിവസം വളരെ തിരക്കാണ്, കല്യാണങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പം എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരുന്നവർക്ക് ജോയിൻ ബട്ടണിലൂടെ വരിക. ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിൽ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഹരേ കൃഷ്ണ.